2025 വിഷൻ ബോർഡ് നമ്മൾ ഈ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യാൻ പോവാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത്ര നാളും വലിയ വിഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കുറ്റം പറയാൻ പറ്റത്തില്ല, ഇപ്പം ഇത്ര വയസ്സല്ലേ ആവുന്നുള്ളൂ. പണ്ട് കുഞ്ഞല്ലേ, അപ്പം നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ വരുന്നത് കൊണ്ടും വിഷൻ ബോർഡ് കാണാൻ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയതുകൊണ്ടും ഒരെണ്ണം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചുമ്മാ രസത്തിന് വേണ്ടി മാത്രമല്ല, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. ഈ പ്രാവശ്യം നമ്മൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേറ്ററി വീഡിയോ ആണിത്. വിഷൻ ഒന്നും അത്ര ഞാൻ കാര്യമായിട്ട് അത് പറയത്തില്ല, പക്ഷേ ഹൗ യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യം. ദാറ്റ് വിൽ ബി ഡിസ്കസിങ്. ഇത്രയും നാളും വിഷൻ ബോർഡ് ഉണ്ടാക്കാത്ത ഞാനിത് എങ്ങനെ അറിഞ്ഞെന്നല്ലേ, ഇതൊക്കെയുണ്ട്. ഞാൻ ഇത് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തു. ഈ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള രീതിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇപ്രാവശ്യം ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നടന്നാലോ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു റൈറ്റ് ഡൗൺ 4 or 5 മെയിൻ കാറ്റഗറീസ്. കാറ്റഗറീസ് എന്ന് പറയുമ്പം സംതിങ് ലൈക്ക് ഹെൽത്ത്, വെൽത്ത്, ഫെയ്ത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, അങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർ യു വാണ്ട് ടു അച്ചീവ് തിങ്സ്, അങ്ങനെയുള്ള കുറച്ച് 4 or 5 മെയിൻ ടോപ്പിക്സ് സെലക്ട് ചെയ്യാം. ഇത് എവിടെയെങ്കിലും എഴുതണം, ആസ് എൻ ഒരു ഗൂഗിൾ ഡോക്യുമെന്റിലോ അല്ലെങ്കിൽ ബുക്കിലോ ഒക്കെ ആയിട്ട് എഴുതിയേ നമ്മൾ തീരുമാനിക്കാവുള്ളൂ. മനസ്സ് വിചാരിച്ചതൊന്നും നടക്കത്തൊന്നുമില്ല. സോ ആദ്യമേ വി ഹാവ് ടു ഡിസൈഡ് അവർ മെയിൻ 4 or 5 areas. Okay, and once that is done, ഓരോ ഏരിയയുടെ താഴെയിലും ഒരു 2 goals അല്ലെങ്കിൽ 3 goals സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്യുക. സപ്പോസ് ഹെൽത്തിലാണെങ്കിൽ എനിക്ക് വെയിറ്റ് കുറയണം എന്നുള്ളതാണ് ഒരു ഗോൾ ആണല്ലോ. അങ്ങനെ എല്ലാ മെയിൻ ഏരിയയുടെ അടിയിലും സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് എഴുതുക. അവിടെ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് മെഷറബിൾ ഗോൾസ് ആയിരിക്കണം നിങ്ങൾ എഴുതുന്നതെന്നുള്ളത്. കാരണം ഇപ്പം എനിക്ക് വെയിറ്റ് കുറയണം എന്ന് എഴുതിയാൽ നമ്മൾ എല്ലാ ദിവസവും വിചാരിക്കും വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇഫ് വി ഡു എ മെഷറബിൾ ഗോൾ, സപ്പോസ് എനിക്ക് 10 kgs കുറയണം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ചുമ്മാ നമ്മൾ എഴുതിയിട്ടിട്ട് കാര്യമില്ല. കാരണം എല്ലാ വർഷവും നമ്മൾ ഈ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് നടക്കാറില്ലല്ലോ. അതുകൊണ്ട് വി ഹാവ് ടു ബി ഷുവർ ദാറ്റ് വി ആർ റൈറ്റിംഗ് ഡൗൺ മെഷറബിൾ ഗോൾസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇനി ഇതിലോട്ട് എങ്ങനെ നമുക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 12 ഗോൾസ് കാണും അല്ലേ, ദാറ്റ് യു ഹാവ് ടു അച്ചീവ് ഇൻ 2025. അപ്പം ഇതിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ ഹെൽത്തിൽ ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ ഡെയിലി വാട്ട് യു ഹാവ് ടു ഡു സോ ആസ് ടു റെഡ്യൂസ് യുവർ വെയിറ്റ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് മാർക്ക് ചെയ്യുക. സ്റ്റെപ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോ ടു യുവർ കാലണ്ടർ ഓർ യുവർ പ്ലാനർ ഓർ വാട്ട് എവർ ദാറ്റ് ഇസ് ആൻഡ് മേക്ക് ഷുവർ ടു സെറ്റ് എ റിമൈൻഡർ അല്ലെങ്കിൽ മാർക്ക് ദാറ്റ് ഇൻ യുവർ കലണ്ടർ. കാരണം നമ്മൾ ഇത് എഴുതി വെച്ചിട്ട് ബുക്ക് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് പരിപാടി തീരും. അങ്ങനെയല്ല, നമുക്ക് ഡെയിലി റിമൈൻഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ കാലണ്ടർ യൂസ് ചെയ്യുക, ഐ യൂസ് കാലണ്ടർ അല്ലെങ്കിൽ റിമൈൻഡർ, പ്ലാനേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ ടു ഡു ലിസ്റ്റിൽ എഴുതാറുണ്ടല്ലോ. അതുപോലെ വി ഹാവ് ടു മാർക്ക് ദിസ് ഇൻ അവർ കലണ്ടർ സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ റിമൈൻഡർ. ഓക്കെ, ടുഡേ ഐ ഹാവ് ടു ഡു ഓൾ ഓഫ് ദിസ് എന്നുള്ളത് നമ്മൾ ഡെയിലി കണ്ടാലേ നമുക്ക് നമ്മളെ തന്നെ അറിയാമല്ലോ. അപ്പൊ നമ്മളിത് ഡെയിലി കണ്ടാൽ മാത്രമേ നമ്മളിത് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യവും നമുക്കറിയാമല്ലോ. സോ മാർക്ക് ചെയ്യാം. കലണ്ടറിൽ ഡെയിലി ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഡെയിലി റിമൈൻഡർ വരുമ്പോൾ ഇത് കണ്ട് ഒന്നും ചെയ്തില്ല ഒരു കുറ്റബോധമെങ്കിലും വരുമല്ലോ, അപ്പൊ നാളെങ്കിലും ചെയ്യുമല്ലോ. ഓക്കെ, അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെല്ലാവരും ചെയ്യണമെന്നില്ല. ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഒരു വിഷൻ ബോർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് പിൻട്രസ്റ്റിൽ പോവുക. പിൻട്രസ്റ്റ് ചെന്നിട്ട് നിങ്ങളുടെ മെയിൻ ഏരിയാസ്, നിങ്ങളുടെ ഗോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് പറ്റിയ പിക്ചേഴ്സ് ഒക്കെ കിട്ടും പിൻട്രസ്റ്റിൽ, നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ് ഒക്കെ. ഡൗൺലോഡ് ദാറ്റ് ആൻഡ് മേക്ക് ഇറ്റ് യുവർ ഫോൺ വാൾപേപ്പർ. ഫോണിന്റെ വാൾപേപ്പറോ ലാപ്ടോപ്പിന്റെ വാൾപേപ്പറോ ഒക്കെ ഇത് നിങ്ങൾക്ക് ആക്കാം. സോ ദാറ്റ് യു വിൽ സീ ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയിട്ട് അതൊരു കൊളാഷ് പോലെ ആക്കിയിട്ട് യു ക്യാൻ സ്റ്റിക്ക് ഇറ്റ് ഇൻ യുവർ റൂം ഓർ വാട്ട് എവർ. പക്ഷെ അത്രയും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഫോണിൽ വാൾപേപ്പർ ആയിട്ടോ ലാപ്ടോപ്പിൽ വാൾപേപ്പർ ആയിട്ടോ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഭംഗിക്ക് കുറച്ച് നല്ല ഭംഗിയിലുള്ള കൊളാഷ് ഒക്കെ ചെയ്യാം. ഓർ എൽസ് യു ക്യാൻ ഡൗൺലോഡ് പിക്ചേഴ്സ് ഫ്രം പിൻട്രസ്റ്റ് ഭംഗിക്ക് വേണ്ടി ആൻഡ് ഗോ ടു ക്യാൻവ. അതിൻ്റെ അകത്ത് വിഷൻ ബോർഡ്, മൂഡ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് ടെംപ്ലേറ്റ്സ് കാണും. ഇറ്റ് ഈസ് ഈസിയർ ടു ഡു ദാറ്റ് വേ ഓൾസോ. അല്ലെങ്കിൽ ചുമ്മാ കൊളാഷ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആപ്പുകളുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമുക്ക് ലേ ഔട്ട് രീതിയിൽ അത് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയും കൂടെ ചെയ്തത് നമ്മുടെ വാൾപേപ്പറും കൂടെ ആക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇത് കാണുമ്പോൾ നമുക്ക് ഒന്നിലൊരു ആഗ്രഹമെങ്കിലും തോന്നത്തില്ലേ? നമ്മൾ മനുഷ്യരല്ലേ, നമ്മളുടെ ആഗ്രഹങ്ങളല്ലേ എന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യും. സോ ദിസ് ഇയർ ഐ എം ഗോയിങ് ടു ഡു ദാറ്റ് എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങളും കൂടെ ചെയ്യണമെങ്കിൽ ചെയ്തോ. ഒരു രസമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിൽ ചെയ്യുന്നൊരു അച്ചീവ്മെന്റ് ഫീൽ വരണ്ടേ. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ആദ്യമേ പറയാൻ മറന്നുപോയി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം എല്ലാം പറഞ്ഞ പോലെ നമുക്ക് 2025 പൊളിക്കാം.